ഇപ്പോൾ ലഭിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകുന്നു. രാജ്ഭവനിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായിരിക്കുന്നു. കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാറെ VC സസ്പെൻഡ് ചെയ്ത നടപടിക്കെതിരെയാണ് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. ഇതിന് തത്സമയ സിജോ ബി ജോൺ വിശദാംശം നൽകും. സിജോ, ആദ്യം SFI പ്രവർത്തകരായിരുന്നു, പിന്നീട് ഇപ്പോൾ DYFI പ്രവർത്തകരും വരുന്നു. കടുത്ത പ്രതിഷേധത്തിലേക്ക് സംഘടനകൾ കടക്കുന്നു. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വലിയ പ്രതിഷേധമാണ് SFIയുടെയും പിന്നാലെ DYFIയുടെയും ഭാഗത്തുനിന്നുണ്ടാകുന്നത്. SFI മാർച്ച് സംഘർഷത്തിൽ എത്തിയിരുന്നു. ബാരിക്കേഡ് മറികടന്ന് പോയി അത് തടഞ്ഞ കാഴ്ചയാണ്. എങ്കിൽ അതിനേക്കാൾ വലിയ പ്രതിഷേധങ്ങളിലേക്കാണ് ഇപ്പോൾ DYFIയുടെ പോകുന്നത്. DYFI പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം പോലീസ് തടഞ്ഞിരുന്നു. പിന്നീട് 5 തവണയാണ് ജലപീരങ്കി പ്രയോഗിച്ചത്. പക്ഷേ അതിൽ നിന്നും പിരിഞ്ഞു പോകാൻ DYFI പ്രവർത്തകർ തയ്യാറായില്ല. അതിനുശേഷം ബാരിക്കേഡ് ചാടിക്കടന്നുകൊണ്ട് രാജ്ഭവൻ സ്ഥലത്തേക്ക് കടന്നു കയറാനുള്ള ശ്രമമാണ് DYFI പ്രവർത്തകർ നടത്തുന്നത്. പക്ഷേ വലിയ രീതിയിലുള്ള പോലീസ് സംഘം തന്നെ ഇവിടെയുണ്ട്. പ്രവർത്തകർ അകത്തോട്ട് കയറിയാലും അവരെ അവിടെ തടഞ്ഞു നിർത്തുന്നുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം ഉയരുന്നു. അതുപോലെ തന്നെ അതിനെ നേരിടാൻ ഉറച്ചു തന്നെയാണ് പോലീസ് ഉള്ളത്. പക്ഷേ പിൻവലിയാൻ പോലീസ് തയ്യാറാകുകയും ചെയ്യുന്നില്ല. എന്തായാലും രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി നിയമവിരുദ്ധമാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് വലിയ പ്രതിഷേധം വിദ്യാർത്ഥി യുവജന സംഘടനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും ചെയ്യുന്നത്. ഇന്ന് മാത്രമല്ല നാളെയും തുടരുമെന്ന ഒരു കാര്യം തന്നെയാണ് ഈ വിദ്യാർത്ഥി സംഘടനകൾ വ്യക്തമാക്കുന്നത്. SFIയുടെ പ്രതിഷേധം നാളെ വീണ്ടും രാജ്ഭവനിലേക്ക് ഉണ്ടാകുമെന്നാണ് അറിയിക്കുകയും ചെയ്യുന്നത്. എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്നു. പിൻവലിയാൻ വിദ്യാർത്ഥികൾ യുവജന സംഘടനകൾ തയ്യാറല്ല. അവർ ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഈ ഇതിനുള്ളിലേക്ക് കയറിയ ബാരിക്കേഡ് മറികടന്ന് ഉള്ളിലേക്ക് കയറിയ DYFIയുടെ പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലേക്ക് എടുത്ത് നീക്കുകയാണ്. പോലീസിന് നേരെ കമ്പ് എറിയുന്ന കാഴ്ചയാണ് ഇപ്പോഴുള്ളത്. പിന്നാലെ ഇപ്പോൾ വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. ബാരിക്കേഡ് മറിച്ചിടാനുള്ള DYFI പ്രവർത്തകരുടെ ശ്രമമാണ്. അത് തടയുന്നതിന്റെ ഭാഗമായാണ് ജലപീരങ്കി വീണ്ടും പ്രയോഗിക്കാനുള്ളത്. 6ാം തവണയാണ് DYFI പ്രവർത്തകർക്കെതിരെ പോലീസിന്റെ ജലപീരങ്കി. എന്തായാലും പിരിഞ്ഞു പോകാൻ DYFI പ്രവർത്തകർ തയ്യാറല്ല. ശക്തമായ പ്രതിഷേധമായി നിൽക്കുകയാണ്. ഉള്ളിലേക്ക് കയറിയിരിക്കുന്ന DYFI പ്രവർത്തകരെ ബലപ്രയോഗത്തിലൂടെ കസ്റ്റഡിയിലെടുത്ത് നീക്കം ചെയ്യാനുള്ള ശ്രമത്തിലാണ് പോലീസുള്ളത്. പോലീസ് ശക്തമായ പ്രതിഷേധം പ്രതീക്ഷിച്ചു എന്നുള്ളതുകൊണ്ട് തന്നെ നിരവധി പോലീസുകാരുണ്ട്. ഏകദേശം 150ഓളം ആളുകളുണ്ട്. കാരണം ഈ ഒരു വഴിയിലൂടെ മാത്രമല്ല, രാജ്ഭവന്റെ മറുപടി സൈഡുകളിലൂടെ പ്രവർത്തകർ അകത്തേക്ക് കയറാനുള്ള സാധ്യത കണക്കിലെടുത്ത് അവിടെയും പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും ഈ രാജ്ഭവന് അടുത്തേക്ക് പ്രവർത്തകരെ കയറ്റില്ല എന്ന നിലപാടിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ബാരിക്കേഡ് മറികടന്ന് അകത്തേക്ക് വരുന്ന പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത് മാറ്റാൻ ശ്രമിക്കുന്നത്. ഗവർണർക്കെതിരെ രാജ്ഭവനെതിരെ അതിശക്തമായ പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കുന്നു DYFIയും SFIയും. ഇന്നിപ്പോൾ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആദ്യം SFI പ്രവർത്തകരാണ് രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തിയത്. അതിന് പിന്നാലെ DYFI പ്രവർത്തകർ മാർച്ചുമായി വന്നു. ഇപ്പോൾ അവരെ രാജ്ഭവന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. ബാരിക്കേഡ് ചാടിക്കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടയുന്നതും പിന്നീട് ജലപീരങ്കി പ്രയോഗിക്കുന്നതും, എന്നാൽ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാത്ത പ്രവർത്തകരുടെ പ്രതിഷേധ തുടർച്ചയും ദൃശ്യങ്ങളായി കാണാം. പോലീസുമായി ഉന്തും തള്ളുമുണ്ടാകുന്നു. പോലീസിനെതിരെ കമ്പും വടിയും വലിച്ചെറിയുന്നു പ്രവർത്തകർ. പോലീസിനെ വീണ്ടും പ്രകോപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു. സിജോ തുടരുന്നുണ്ട്. സിജോ, എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി? ഈ ബാരിക്കേഡ്